ഹായ് നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാം. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു അരിപ്പൊടി ഉണ്ടാക്കുന്നില്ലേ, അതിന് പുഴുങ്ങലരി വെച്ചിട്ടാണ് ഏകദേശം ആൾക്കാർ ഉണ്ടാക്കൽ. ഞാനതൊരു പച്ചരി വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പച്ചരി വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത്, നമ്മൾ അവലോസ് ഉണ്ടല്ലോ, അവലോസ് പൊടി ഉണ്ടാക്കുന്നില്ലേ, അത് കണക്ക് അതിൻ്റെ ഒരു പൊടിയാണിത്. അവലോസ് പൊടി നമ്മൾ പൊടിച്ചതിന് ശേഷം പൊടി വറുത്തെടുക്കുന്നതാണ്. ഇത് ഞാൻ മുമ്പിൽ അരി വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. പോകാം വീഡിയോ. ഇത് പച്ചരിയാണ്, പച്ചരി കഴുകി ഉണക്കിയെടുത്തതാണ് ഞാനിത്. ഇത് നമുക്കിതിൽ കുറച്ച് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇത് നല്ല കമ്മി വന്നിട്ടുണ്ട്. ഇത് നമ്മളെ പുഴുക്കലരി പൊങ്ങി വരുന്ന എനിക്ക് വരില്ല, കണ്ടില്ലേ. ഇത് പണിക്ക് അവലോ പാത്രത്തിലേക്ക് ചെരിഞ്ഞിട്ട് അടുത്തത് കൂടി വറുത്തെടുക്കാം. ഒരു നുള്ളു ജീരകം കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇതും ആയി വന്നിട്ടുണ്ട്. ഇനി പിന്നെ ഒന്ന് തണിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. തണിയാൻ വേണ്ടി ഞാനൊരു തടുപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് തണിഞ്ഞ് വരുമ്പോൾ നമുക്കിതിനെ പൊടിച്ചെടുക്കാം. ഇത് നമ്മളെ പച്ചരിപ്പൊടി കണ്ടില്ല, നല്ല അവലോസ് പൊടി കണക്കെ ആയിട്ടുണ്ട്. അവലോസ് പൊടി നമ്മൾ പൊടിച്ചതിന് ശേഷം വറുത്തെടുക്കുന്നത്. ഇത് നേരത്തെ പൊടിച്ചെടുത്തു. നമുക്കിതിലത്തെ ലേശം തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇത് ലേശം വെല്ലം ചെറുകിയത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് വെല്ലം കുറച്ചും ഇതായതുകൊണ്ട് നമുക്ക് കൈ വെച്ച് തന്നെ ഞരടിയെടുക്കാം, മറ്റേ ചെയ്ത് ഉടഞ്ഞു വരില്ല. നമ്മുടെ പച്ചരിപ്പൊടി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. വെല്ലം നന്നായി കുഴഞ്ഞ് തേങ്ങയെല്ലാം മിക്സായി. ഇത് ജീരകം ഇട്ട് പൊടിച്ചതുകൊണ്ട് അതിൻ്റെയും കൂടി ഒരു നല്ലൊരു മണവും എല്ലാം കൂടി ആയിട്ട് നല്ല ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം. നമ്മൾ 4 മണി ചായക്കെല്ലാം എടുക്കാൻ നല്ല ഇതാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.